UDF തോറ്റില്ലേലും കുഴപ്പമില്ല, VD സതീശൻ നിയമസഭയിലെത്തരുത്. ഇതാണ് കോൺഗ്രസിനകത്ത് ചിലർക്ക് താല്പര്യമുണ്ട്. പക്ഷെ CPM-ന്റെ മുഴുവൻ മോഹം അതാണ്, VD സതീശനെ തോൽപ്പിക്കുക. CPM അങ്ങനെ ഉണ്ടോ? ഉണ്ട്. നിങ്ങളവിടെ നിങ്ങൾ ചില ഫ്രണ്ട്സൊക്കെ പറയുന്നത് VD സതീശൻ CPM-ന്റെ സ്വന്തം ആളാണെന്നും. ആരാ നിങ്ങൾക്ക് അറിയാലോ. CPM-നെ കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പിണറായി അവിടെ നിർത്തിയിരിക്കുന്ന ആളാന്നൊക്കെ നിങ്ങളുടെ ചില സുഹൃത്തുക്കൾ വളരെ ഓപ്പണായിട്ട് അവരുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കായിട്ടുള്ള ചാനലുകൾ പറയുന്നത്. അല്ല, കാരണം CPI-യുടെ കയ്യിലാണ് ഈ സീറ്റ്. CPI-യുടെ കയ്യിൽ നിന്ന് CPM ഏറ്റെടുക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. അല്ല, അതിന്റെ കാര്യം എന്ന് വെച്ചാൽ CPI സംബന്ധിച്ച് രാജേട്ടനായിരുന്നു അവിടെ MLA മത്സരം മരിച്ചത്. CPI വലിയ വിവാദമായിരുന്നു രാജേട്ടൻ്റെ മരണം. അതായത് സംസ്ഥാന ജില്ലാ കമ്മിറ്റി ഒഴിവാക്കിയിട്ട് പഴയ ജില്ലാ സെക്രട്ടറി അവരുടെ കൊച്ചിയിൽ. അപ്പം ആ സമയത്ത് രാജേട്ടനോട് ആദ്യം ഇയാൾ തോൽക്കുകയാണ്. ആര്? നമ്മുടെ VD സതീശൻ തോറ്റു. പക്ഷെ VD സതീശൻ പണ്ടേ പണിയറിയാം. സതീശൻ തോറ്റ MLA ആയിട്ട് അവിടെ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അടുത്ത ടൈം നമ്മൾ സതീശൻ അവിടെ നിന്നാൽ ജയിക്കുന്ന അവസ്ഥ സതീശൻ എത്തിച്ചു. പിന്നെ സതീശൻ തോറ്റില്ല. പിന്നെ രാജേട്ടൻ പൊളിറ്റിക്സ് ക്ലച്ച് പിടിച്ചതുമില്ല. അല്ലെ CPI-നെ മന്ത്രിയെ കാണേണ്ട ആളാണ്. അതിൻ്റെ മുമ്പ് ശിവമ്പിള്ള CPI-ന് MLA ആയിരുന്നു. ആ സമയത്താണ് അവരുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് ഒന്നും കൊണ്ടുവന്നു. പാവം ശിവമ്പിള്ള ജയിച്ചു, കോടതി അസാധുവാക്കി. പിന്നെ രണ്ടാമത് പിന്നെ UDF-ന് അതിനകത്ത് ജയിച്ചു. അങ്ങനെയുള്ള ഒരു മണ്ഡലമാണ്. ആ മണ്ഡലം പ്രിഡോമിനൻ്റ് ഒരു LDF-ന് സ്വാധീനമുള്ളൊരു മണ്ഡലമാണ്. LDF-ന് സ്വാധീനമുള്ള മണ്ഡലം. അത് ഈ ഇതുവരെ K ബാബുവിൻ്റെ സീറ്റുണ്ട്. തൃപ്പൂണിത്തുറ LDF-ന്റെ ഒരു മണ്ഡലമാണ്. അത് ബാബുവിന്റെ ഒരു സ്വാധീനത്തിലാണ് അങ്ങനെ നിൽക്കുന്നത്. ബാബു മണ്ഡലത്തിൽ നല്ല അതുപോലെ തന്നെയാണ് സതീശൻ എൻ്റെ ഒരു ബന്ധു അവിടെ നിന്നാണ് കല്യാണം കഴിച്ചത്, സതീശൻ്റെ മണ്ഡലത്തിൽ. അപ്പോൾ ഞാൻ കല്യാണത്തിൽ ആകുമ്പോൾ സതീശൻ അവിടെ എത്തിയിട്ടുണ്ട്. സതീശൻ നിങ്ങളിപ്പോൾ പിണറായിനെ പോലെ മസിലടിച്ചെടുക്കുന്ന ആളെന്ന് വന്നിട്ട് കാര്യമില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ സതീശൻ എല്ലാ വീട്ടിലും എല്ലാ പരിപാടിക്കും പോകും. പിന്നെ സതീശൻ്റെ വീടും അവിടെ റോഡിൻ്റെ സൈഡിലൊരു എന്താ പറയുക പായൽ പിടിച്ചൊരു വീടാണ്. അത് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. സതീശൻ MLA, അന്ന് MLA വളരെ പ്രതിപക്ഷ നേതാവായത്. അങ്ങനെ ഒരു വളരെ ഡൗൺ ടു എർത്തായ ആളാണ് സതീശൻ. ആ നാട്ടുകാരുടെ സ്വന്തം ആളാണ്. അതുകൊണ്ട് സതീശൻ അവിടെ തോൽപ്പിക്കുക എന്നുള്ള അത്ര എളുപ്പമൊന്നുമല്ല. പിന്നെ സതീശൻ അവിടെ രാജേട്ടൻ മത്സരിച്ചു. പിന്നെ അന്ന് രവീന്ദ്രൻ മത്സരിച്ചു. ആ CPI-ക്കാർ വിചാരിച്ച് ഇയാൾ ബുദ്ധിജീവി ആയതുകൊണ്ട് ഒരു ബുദ്ധിജീവിനെ നിർത്തിയാൽ ജയിക്കുമെന്ന് വിചാരിച്ചു. പന്നിന് പക്ഷേ തോറ്റുപോയി. അത് കഴിഞ്ഞിട്ട് അവർ പിന്നെ 2016 നിർത്തിയ PKB-യുടെ മോളായിരുന്നു. അപ്പോൾ PKB-യുടെ മോളായതുകൊണ്ട് ആ ഒരു സ്വാധീനത്തിൽ ജയിക്കുമെന്ന് വിചാരിച്ചു. അവരും തോറ്റു. അപ്പം അതാണ് ഇതുവരെ ഉള്ളൊരു. അപ്പോൾ CPM അവിടെ ഏറ്റെടുത്താലും സതീശനെ മറിക്കാന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. സതീശൻ അവിടെ വെൽ റൂട്ടറാണ്. അല്ല, CPM-ന് എന്താ ഇത്ര വലിയ വെല്ലുവിളി VD സതീശൻ? അങ്ങനെ കണ്ടോ? ഞാൻ മനസ്സിലാക്കിയോ ഈ ക്വാളിറ്റിയുള്ള ശത്രുക്കളോട് വലിയ ബഹുമാനമുള്ള ഒരാളാണെന്നുണ്ടായി. എന്നാൽ ക്വാളിറ്റിയുള്ള ശത്രുക്കളായിരിക്കണം, അല്ലെങ്കിൽ പിണറായി നശിപ്പിച്ചു കളയും. ക്വാളിറ്റി ഉള്ളവരോട് അങ്ങനത്തെ ഒരു ബഹുമാനം. ഈ PT ചാക്കോൻ്റെ വൈഫ്, PT തോമസിൻ്റെ വൈഫ് തന്നെ പോകുന്നല്ലോ മുഖ്യമന്ത്രി മരിച്ചിടുന്ന സമയത്ത്. അല്ല, അദ്ദേഹം മരിച്ച സമയത്ത് ഇവർ ഹോസ്പിറ്റലായ സമയത്തൊക്കെ PT തോമസിനെ പോലെ ഇങ്ങനെ പിണറായിനെ എതിർത്ത ഒരാളില്ല. കാരണം ഈ പിണറായിയുടെ ഒക്കെ തന്നെ ഒരു അടിസ്ഥാനം എന്ന് വെച്ചാൽ തലശ്ശേരി കലാപമാണ്. തലശ്ശേരി കലാപില്ല അവരുടെ സഖാവ് മുസ്ലിം പള്ളി സംരക്ഷിക്കുന്നതിനിടെ കുത്തുകൊണ്ട് മരിച്ചു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു വാദമാണ്. അതാണ് PT തോമസ് നിയമസഭയിൽ പൊളിച്ചത്. അന്ന് പിണറായി അദ്ദേഹത്തിന് നിയമസഭയിലേക്ക് ഏറ്റുമുട്ടി. പക്ഷേ ഉമ്മ തന്നെ പറയുന്നത് PT തോമസിനോട് ഭയങ്കര കാര്യമായിരുന്നു. കാരണം PT തോമസ് ഒരു വേറെ പിണറായിയാണ്. നിലപാടുകൾ ഒരു വിട്ടുവീഴ്ചയില്ല, എന്തിനു പോകുന്ന ഒരാളായിരുന്നു PT തോമസ്. PT തോമസ് ശരിക്കും മലബാറിൽ ഇരിക്കേണ്ട ആളായിരുന്നു. മലബാറിൽ ഇരിക്കുന്ന ആളായി CPM-ൽ വേണ്ട ആളായിരുന്നു. കോൺഗ്രസ്സിലായപ്പോൾ ഈ സെൻട്രൽ ട്രാവൻകൂറിലായപ്പോൾ അതാണ് PT തോമസിനെ ഒതുക്കി കളഞ്ഞത്. സെൻട്രൽ ട്രാവൻകൂറിൽ അങ്ങനെ മിലിറ്റൻ്റായ ആളുകൾ അങ്ങനെ എളുപ്പം സ്വീകരിക്കില്ല. കോൺഗ്രസ്സിലും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സുധാകരൻ തന്നെ കണ്ണൂരായതുകൊണ്ടാണ്. അപ്പം അങ്ങനെ സതീശനോട് ഉദ്ദേശമുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. സതീശനോട് പൊതുവെ അല്ല, അത്തരത്തിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളായത് കൊണ്ട് തന്നെയാണ് അവർക്ക് നിയമസഭയിൽ എത്തിക്കരുത് എന്നുള്ള ഒരു വാശി. ക്രിയേറ്റീവായ ആളുകൾ സതീശൻ ഒരിക്കലും അങ്ങനെ ഒരു ശല്യം ഉണ്ടാക്കുന്ന ഒരാളല്ല. സതീശൻ വളരെ കൃത്യമായിട്ട് ആർഗ്യുമെന്റ് പറയുകയും അത് വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. പലപ്പോഴും നല്ലൊരു പ്രതിപക്ഷ നേതാവ് എപ്പോഴും ഭരണപക്ഷത്തിന് മുതൽക്കൂട്ടാണ്. അവരുടെ തെറ്റുകൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം മാത്യു കോയൽനാടന് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ പെട്ടുപോയെന്ന് വെച്ചാൽ മാത്യു കോയൽനാടൻ ആ ഭൂമി ഇടപാട് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വന്നത് കെയറിലുള്ളതാണ്. ഞാനൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം പോലീസ് കേസ് പോലില്ലാത്ത സാധനങ്ങളാണ് പലതും വന്നിട്ടുള്ളത്. പക്ഷേ രാഹുൽ തന്നെ ഏതൊരു ഇൻ്റർവ്യൂ ഞാൻ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രണയങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ രാഹുൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പിന്നെ പ്രണയം ഉണ്ടാകുന്നത് തെറ്റൊന്നുമല്ല. പക്ഷേ പിണറായിനെ പോലെ ഒരു നേതാവിനെ
അതിരൂക്ഷമായി മാന്യതയില്ലാതെ ആക്രമിക്കുമ്പോൾ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ അത് സൂക്ഷിക്കേണ്ടതായിരുന്നു. അതാണ് രാഹുലിന് പറ്റിയത്. രാഹുലിൽ പറഞ്ഞ ആരോപണങ്ങളൊന്നും ഞാൻ കാര്യമായിട്ട് എടുത്തില്ല. ആരും ഒരു പോലീസ് കേസ് പോലും ഇല്ല. പിന്നെ ആ പ്രായത്തിലുള്ള ചെറുപ്പക്കാരെ സ്വാഭാവികം കാണാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാരെ ആരോപണങ്ങൾ ഇത്തരം ചില എന്താ പറയുക റിലേഷൻഷിപ്പൊക്കെ ഉണ്ടാകാൻ സ്വാഭാവികമാണ്. അങ്ങനെ ഇനി കൈ വെച്ച് പറയട്ടെ, പിന്നെ ഞങ്ങളല്ല ഇതൊന്ന് വിമുക്തരാണ്. എനിക്ക് കേരള രാഷ്ട്രീയത്തിൽ അപൂർവം ചില ആളുകളാണ് വളരെ മിസ്റ്റർ ക്ലീൻ എന്ന് പറയാവുന്ന ആളുകൾ. അതിലൊരാൾ പിണറായി വിജയനാണ് ഞാൻ കേട്ടത്. നന്നായി മിസ്റ്റർ ക്ലീൻ, മദ്യപാനം ഇത്തരം വിഷയങ്ങളൊന്നും പിണറായി ഏശിയിട്ടില്ല എന്നാണ് എന്നോട് ടോപ്പ് കേരളത്തിൽ ഇൻ്റലിജൻസിൽ ഉണ്ടായിരുന്ന ഒരു വലിയൊരു ഓഫീസർ പറഞ്ഞു. ഈസ് പെർഫെക്റ്റ് ഇൻ സച്ച് ഏരിയാസ്. അപ്പം അങ്ങനെയുള്ള എത്ര ആളുകളുണ്ട് നമ്മുടെ രാഷ്ട്രീയത്തിൽ. പിണറായിനെ അതല്ലേ പിടിക്കാൻ പറ്റാത്തത്. VS-നെയും പിണറായിനെ പിടിക്കാൻ പറ്റാത്തത്. ഇവരും ഭയങ്കര മിസ്റ്റർ ക്ലീനാണ്. അത് രാഹുലിൻ്റെ കാര്യത്തിൽ ഇത് മീഡിയ ഉണ്ടായ ഒരു ഹൈപ്പിലുപരിയായിട്ട് അതിൽ സബ്സ്റ്റാൻഷ്യലായിട്ട് ഒന്നും ഞാൻ നോക്കിയില്ല. പിന്നെ മനുഷ്യനല്ലേ, അപ്പോൾ ആ ഒരു വളരെ ചെറിയ പായല്ലേ, ഒന്ന് രണ്ട് ബന്ധങ്ങളൊക്കെ ചിലപ്പോൾ അയാൾക്കുണ്ടാവും. അതില്ലാതെ ഞാൻ പറയുന്നില്ല. അതെടുത്ത് ഈ രൂപത്തിൽ കൊണ്ടുവന്ന് അയാളെ നശിപ്പിക്കാനുള്ളൊരു പരിപാടി എളുപ്പം നടന്നതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഈ VD സതീശനെ തോൽപ്പിക്കാനായിട്ട് ഒരുപക്ഷെ CPM-ഉം കോൺഗ്രസിനകത്തുള്ള ചിലരും കൂടിയുള്ള നീക്കമായിരിക്കാം. കാരണം ഒരുപക്ഷെ UDF അധികാരത്തിൽ വന്നാൽ VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടപ്പെടുന്ന ഒരാളാണ്. അങ്ങനെയാണ് രമേശ് ഇത് തോൽപ്പിക്കുന്നതല്ലേ എളുപ്പം. കളിയിൽ സതീശനും പോരാ, ഈ കളിയിൽ രമേശാണ്. രമേശ് നിശബ്ദനായതുകൊണ്ട് കളിക്കുന്ന ആളാണ്. സതീശൻ അത്ര കളി അറിയില്ല. അതുകൊണ്ടത് സതീശൻ KPCC പ്രസിഡന്റ് ആയില്ല, KSU പ്രസിഡന്റ് ആയിട്ടില്ല, യൂത്ത് കോൺഗ്രസിന് പ്രസിഡന്റ് ആയില്ല, INTUC-ന് പ്രസിഡന്റ് ആയിട്ടില്ല. നേരെ ഇവര് പറഞ്ഞതല്ലേ സതീശൻ ഒരു സ്ഥാനത്തും വന്നില്ല, പെട്ടെന്ന് നേതാവായി. അപ്പൊ സതീശൻ കോൺഗ്രസിന് മെമ്പറായിട്ടല്ലേ KSU കൂടെ അല്ലേ സതീശൻ വളർന്നു വന്നത്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം നേതാവാവണമെങ്കിൽ ഈ ആരെയൊക്കെ മണിയടിച്ച് ഈ സ്ഥാനത്തൊക്കെ വരണോ. ഇപ്പം ഞാനിപ്പോൾ രാഷ്ട്രീയത്തിൽ അങ്ങനെ അവർ പറയുന്ന കാര്യം എന്തായിരിക്കും അറിയാം. അയാൾ എന്തിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്? പണ്ട് അയാൾ SFI ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, പിന്നെ CPI ആയിട്ട് നല്ല ബന്ധമായിരുന്നു എന്ന് പറയുന്നു. അതല്ലാതെ അയാൾ എവിടെ ഉണ്ടായിരുന്നത്? ഇവരൊക്കെ ബസ്സിന് ഒരു കാര്യമില്ലാണ്ട് KSRTC ബസ്സിന് അല്ലാതെ നമ്മൾ വയ്യാക്കി പഠിച്ച്, അത് തെറ്റാണ്. നമ്മൾ ഇറങ്ങേണ്ട സമയത്ത് രാഷ്ട്രീയത്തിലുണ്ട്, SFI ഉണ്ടായിരുന്നു. അത് ഇടക്കന്ന് നവയുഗത്തിൻ്റെ എഡിറ്റോറിയൽ ബോർഡിലുണ്ടായിരുന്നു. CK പറഞ്ഞിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ അതായത് KSRTC ബസ്സിന് കല്ലറിയുന്ന നല്ല രാഷ്ട്രീയമായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അവർ പറയുന്നതാണ്. അപ്പോൾ സതീശനെ പറ്റി പറയുന്ന പ്രശ്നം അയാൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയില്ല, രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയി, എന്നിട്ട് അദ്ദേഹം മറച്ച. മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡന്റായി, മറച്ചോ. രമേശായി, മറച്ചോ. അപ്പോൾ സതീശനെ പറ്റി പറയാം, ഒരു ഒതുക്കാരിങ്ങനെ ഓരോന്നും പറയാം, അല്ലെങ്കിൽ ആയിരുന്നില്ല. അയാളൊരു കോൺഗ്രസ്സുകാരനെ, താഴെത്തട്ടുള്ള കോൺഗ്രസ്സുകാരനാണ് അയാളെ റെപ്രസെന്റ് ചെയ്യുന്നത്. അയാൾ ഈ പ്ലം പൊസിഷനിലേക്ക് ഒന്നും വന്നിട്ടില്ല. തോൽക്കുന്ന ഒരു സീറ്റ് എഴുതി കൊടുത്തിട്ട് അയാളെ കൈകൊണ്ട് ജയിച്ചു വന്നതാണ്, അത് നിലനിർത്തുന്നതാണ്. അതുകൊണ്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒറ്റ തിരിഞ്ഞ് സതീശനെ ആക്രമിച്ച് ഇല്ലാതാക്കാനുള്ള പരിപാടി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സതീശൻ മാന്യമായി സംസാരിക്കുന്ന ഒരു നല്ല പ്രതിപക്ഷ നേതാവായതുകൊണ്ട് ആ റെസ്പെക്റ്റ് അവർക്കില്ല. നിങ്ങളീ കാണുന്ന സൈബർ പോരാളികളല്ലല്ലോ, അതിൻ്റെ റാങ്ക് ഓഫ് ആയില്ല അതുണ്ട്. സതീശൻ മാന്യമായിട്ടല്ലാതെ മുഖ്യമന്ത്രിയെ പറ്റിയൊന്നും പറയാൻ പറ്റില്ല. ആ റെസ്പെക്റ്റ് അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രശ്നം കോൺഗ്രസിൻ്റെ ഉള്ളിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കോൺഗ്രസ്സുകാർക്കായിരിക്കും ഒരുപക്ഷെ തോറ്റ് കാണണമെന്ന്. അതെ, ആഗ്രഹം. CPM-നെ സംബന്ധിച്ച് സതീശൻ ജയിച്ചാലും തോറ്റാൽ അവർക്ക് ഭരണം കിട്ടും എന്നുള്ള അവരുടെ പ്രശ്നം. അത് സതീശൻ ഒരു സീറ്റ് അല്ലല്ലോ തീരുമാനിക്കുന്നത്. പിന്നെ സതീശൻ ജയിക്കുകയും കോൺഗ്രസ് അധികാരത്തിൽ വരികയും ചെയ്ത് കഴിഞ്ഞാൽ സതീശൻ മുഖ്യമന്ത്രിയാണെന്ന് ഒരു ഉറപ്പുമില്ല. CPM ഒരു പക്ഷേ ആഗ്രഹിക്കുക സതീശനെ പോലുള്ള ഒരാൾ മുഖ്യമന്ത്രി ആവാൻ. കാരണം ഈ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ കണ്ടിന്യൂറ്റി ഉണ്ടാവും. അയാൾ കൊള്ളാവുന്ന ഒരാളാണ്, അയാൾക്ക് ആത്മവിശ്വാസമുണ്ട്, തൻ്റെ ഇടമുണ്ട്. വേറെ ഏതെങ്കിലും ഈ പറഞ്ഞ അങ്ങോട്ട് വലിച്ചാൽ ഇങ്ങോട്ട് വലിച്ചാൽ റബ്ബർ സ്റ്റാമ്പിനെ പിടിച്ചാക്കിയിട്ട് ഒരു കാര്യമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.